24 വാക്യത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഏകദേഹമാകുക. വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഏകദേഹം ആകുക. ഇംഗ്ലീഷിൽ ലീവ്, ക്ലീവ്, ബിക്കമിങ് വൺ. ലീവ്, ക്ലീവ്, ബിക്കമിങ് വൺ. അതാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ, എന്താണ് ദൈവം കുടുംബജീവിതത്തെ കൊണ്ട് ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇന്ന് അതിൻ്റെ 2ാമത്തെ ഭാഗമായി ഈ ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് നമ്മൾ കുടുംബജീവിതത്തെ പണിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആഗ്രഹമല്ല, എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ വർഷം ദൈവം അനുവദിച്ചാൽ 35 വർഷമാവും. വിവാഹം കഴിഞ്ഞ ആ സമയത്ത് ക്രിസ്തീയ ഒരു പാരമ്പര്യമുണ്ട്. ഭർത്താവിൻ്റെ പേര് ഭാര്യയുടെ പേരിനോട് ചേർക്കും. അത് പപ്പായുടെ പേര് വെട്ടിയതിന് ശേഷമാണ് പിന്നെ ഭർത്താവിൻ്റെ പേര് ചേർക്കുക. ആദ്യം എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഫാദറിനെ എൻ്റെ പേര് ഇത്രയും നാൾ നമ്മൾ കൊണ്ടു നടന്നിട്ട് ഒരു ദിവസം കൊണ്ട് വേറൊരാളുടെ പേര് വെക്കുക, ഭയങ്കര സ്നേഹമൊക്കെയാണ് ഭർത്താവിനോട്, പക്ഷേ അതൊരു ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. അതന്നായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭവനത്തിൽ നിന്ന് പോയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. കുഞ്ഞുങ്ങൾ പോയ സമയത്ത് എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു, ബോറടിക്കുവാണോ? അയ്യോ, പിള്ളേരില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അങ്ങനെ ബോറൊന്നും അടിച്ചില്ല. ആ വർഷങ്ങളിൽ, ആരംഭം മുതലുള്ള വർഷങ്ങളിൽ ഇതിനു വേണ്ടി ശ്രമിച്ചു. വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഏകദേഹമാകുക. ഒരുമിച്ചൊന്ന് പറയാമോ? വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഏകദേഹം ആയിരിക്കുക. ദൈവമാണ് കുടുംബജീവിതത്തെ സ്ഥാപിച്ചതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം അതൊരു മനോഹരമായ നല്ലതായി കൊണ്ടുപോകാനാണ് ദൈവം അത് സ്ഥാപിച്ചത്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കും അനുസരിച്ച് മുൻപോട്ട് പോയാൽ അത് ദൈവികമായ ഒരു ബന്ധമായി തീരും. വളരെ മനോഹരമായ, നമുക്ക് ആശ്വാസം മാത്രമല്ല, നമ്മുടെ ഭവനത്തിൽ വരുന്നവർക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ ആശ്വാസം, തണുപ്പ് നൽകുന്ന ഒരു കുടുംബമായി തീരും ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് മുൻപോട്ട് പോയാൽ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടല്ലോ, എന്തൊരു ഭാഗ്യം ആണ് ദൈവത്തിൻ്റെ സാദൃശ്യം സ്വരൂപവും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ നമ്മുടെ കുടുംബജീവിതം ഒരവസരമാകുന്നത്. എന്തൊരു അനുഗ്രഹമാണ്. 2ാമതായി നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്, ദൈവീകമുള്ള തലമുറയെ സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്നുള്ളത് എന്തോ ഒരു ഭാഗ്യമുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ദൈവഹിതം ചെയ്യുന്ന, അങ്ങനെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടത്തക്കവണ്ണം ജീവിക്കുന്ന ഒരു കുടുംബജീവിതമാകുക എന്ന് പറയുന്നത് എത്ര ഭാഗ്യമുള്ള ഒരു പദവിയായിട്ടാണ് നാം കാണുന്നത്. സ്തോത്രം. ഇവിടെ അത് എളുപ്പമുള്ള കാര്യമാണോ? ഒരു ദിവസത്തെ കാര്യമാണോ? അല്ല. അണ്ടിൽ ഡെത്ത് ഡു സെറ്റ് അസ് എപ്പാർട്ട്. മരണം വരെ കൊണ്ടുപോകേണ്ട ഒരു ദീർഘമായ ഒരു ജീവിതമാണ്. ദീർഘമെന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ബന്ധമാണ് ഈ കുടുംബജീവിതം. സ്തോത്രം. അനേക തവണ ക്ഷമിക്കണം, അനേക തവണ ക്ഷമയോടും സൗമ്യതയോടും നമ്മുടെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഈ കുടുംബജീവിതത്തിനോട് കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണത്തോടെ മുൻപോട്ട് പോകേണ്ട ഒരു കാര്യമാണല്ലോ ഇത്. ഇതിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചത്. എന്താണ് വളരെ പ്രധാനമായത്? വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഏകദേഹമായിരിക്കുക. ഈ തത്വം, ദൈവം നമുക്ക് തന്ന ഈ തത്വം നമ്മൾ പാലിക്കാൻ തയ്യാറായാൽ ദൈവികമായ ഒരു കുടുംബജീവിതം മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ ദൈവത്തിൻ്റെ സ്വരൂപം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാൻ, ഒരു ആത്മീയ തലമുറയെ നമുക്ക് സംഭാവന ചെയ്യാൻ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന പരമപ്രധാനമായ ഒരു തത്വമാണ് പരിശുദ്ധാത്മാവ് ആദ്യ പുസ്തകത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ഇത് ബൈബിളിൽ 4 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 1 ഇവിടെ, 2 മർക്കോസിൻ്റെ സുവിശേഷം,
10-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ സെയിം കാര്യമാണ്. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ഈ 4 ഇടങ്ങളിൽ, ഉൽപ്പത്തി, മത്തായി, മർക്കോസ്, എഫേസ്യ ലേഖനം, ഈ 4 ഇടങ്ങളിൽ ഈ വാക്ക് തന്നെ പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞിട്ടുണ്ട് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിഷയത്തിൽ. ഈ ഒരു കാര്യം ആദാമും ഹവ്വായും പറഞ്ഞതല്ല കേട്ടോ ഈ വാക്യം. അതിന് തൊട്ട് മുമ്പ് ആദാം പറഞ്ഞ കാര്യമാണ് വായിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരലിൽ നിന്നെടുത്തതാൽ ഇവർക്ക് നാരി എന്ന് പേരാകും. അത് പറഞ്ഞതാരാണ്? ആദാമാണ്. എന്നാൽ ഈ തൊട്ടടുത്ത വാക്യം പരിശുദ്ധാത്മാവാണ് പറയുന്നത്. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. സ്തോത്രം. ഇത് ഓർക്കേണ്ടത്, ആദാമിനും ഹവ്വായ്ക്കും അപ്പനും അമ്മയും ഇല്ലായിരുന്നു. നമുക്കുള്ളതുപോലെ അപ്പനും അമ്മയും ഇല്ലായിരുന്നു. എന്നാൽ പാപത്തിന് മുമ്പുള്ള സമയമായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ദൈവീകമായ ജ്ഞാനം, ദൈവം ലോകത്തെ കാണുന്നത് പോലെ കാണാനുള്ളൊരു കഴിവ് ആദാമിനും ഹവ്വായ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ, വ്യക്തമായി പാലിക്കാനുള്ളൊരു കഴിവ് ആദാമിനും ഹവ്വായ്ക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾക്ക് അപ്പനെ അറിയാം, അമ്മയെ അറിയാം, ഇല്ലേ? ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കപ്പനമ്മ വിവാഹം കഴിച്ച് വരുമ്പോൾ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അപ്പനോ അമ്മയാകുമ്പോൾ നമ്മൾ പറയും അമ്മാവി അപ്പൻ, അമ്മാവി അമ്മ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ വാക്യം നമുക്ക് കാണാതെ പഠിക്കാം. ഈ വാക്യം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെങ്കിൽ ഈ വാക്യം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പാലിക്കാനോ അത്ര എളുപ്പമാണോ? വിവാഹം കഴിച്ചവരെല്ലാവരും ഒന്ന് പറഞ്ഞേ, അത്ര എളുപ്പമാണോ? തുറന്ന് സമ്മതിക്കുകയാണ് എന്ത് പറയും നമ്മൾ? അത്ര എളുപ്പമല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ വേണ്ടത്. അത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് തന്നെ മതിയല്ലോ. ദൈവത്തിൽ ആശ്രയിക്കേണ്ട കാര്യം എന്താണ്? അത്രയ്ക്ക് എളുപ്പമല്ലാത്ത കാര്യമായതുകൊണ്ടാണ് നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. ഈ 3 വാക്യം, ഈ മൂന്ന് വാക്കുകൾ പിന്നെയും നമ്മൾ ഉരുവിടണം. എന്താണ്? വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഏകദേഹമാകുക. വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഏകദേഹമാകുക. ഇത് വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും ആവശ്യമാണ്, വിവാഹം കഴിച്ചവർക്കും ആവശ്യമാണ്, കുഞ്ഞുങ്ങളെ വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്നവർക്കും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ആവശ്യമാണ്. എന്നാണ് കുഞ്ഞുങ്ങളെ വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്നത്? ചെറുപ്പം മുതലേ അതിനുള്ള ഒരുക്കമാണില്ലേ? ചെറുപ്പം മുതലേ അതിനുള്ള ഒരുക്കമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, നമ്മളൊരു സഹോദരിയാണോ ഒരു സഹോദരനാണോ, നമുക്കത് ആവശ്യമാണ്. പുതിയൊരു കുടുംബജീവിതത്തിലെ സഹോദരിയായി നമ്മൾ നിൽക്കുമ്പോൾ ആ കുടുംബജീവിതത്തിനെ ഈ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ, ഈ ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പങ്കും വലുതാണ്. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട, പാലിക്കേണ്ട ഒരു കാര്യമാണ് വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഏകദേഹം ആയിരിക്കുക. വിട്ടുപിരിയുക, ലീവ് എന്നാണ് ഇംഗ്ലീഷിൽ ആ വാക്ക്. ഹീബ്രുവിൽ ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്: കൂടെ കൊണ്ടുപോകാതിരിക്കുക, വിട്ടുപിരിയുക, ലീവ് ബിഹൈൻഡ്, ഡിപ്പാർട്ട് ഫ്രം, ലെറ്റ് ലൂസ് എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കാതെ ഇച്ചിരി ലൂസാക്കി വിടുക, ഇച്ചിരി അയച്ചു വിടുക. ഇതാണ് ഹീബ്രുവിലുള്ള ഈ ഭാഷയുടെ അർത്ഥം. എന്ന് വിചാരിച്ച് മാതാപിതാക്കളോട് ബൈ പറഞ്ഞ് നാളെ തൊട്ട് എൻ്റെ പപ്പായും മമ്മിയും അല്ലേ പപ്പായും മമ്മിയും എനിക്ക് ഏതുമില്ല, അങ്ങനെ പറയാനാണോ? അല്ല. വ്യക്തമായി 10 കൽപ്പനകൾ, 5-ാമത്തെ കൽപ്പന ഇങ്ങനെ പറയുന്നു. എന്താണ്? നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന്. വാക്തത്വത്തോടു കൂടിയ ഏക കൽപ്പനയാണ് ഇതെന്ന് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളോട് ബൈ പറഞ്ഞ് നാളെ തൊട്ട് പപ്പായും മമ്മിയുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് വിട്ടുപിരിഞ്ഞ് കളയുന്നതല്ല, മറിച്ച് മാതാവും പിതാവിനെയും നമ്മൾ ഓണർ ചെയ്യുമ്പോൾ, നമ്മൾ ബഹുമാനിക്കുമ്പോൾ, നമ്മൾ അനുസരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ് വേറൊരു എക്സ്പെക്റ്റേഷൻ, വിവാഹം കഴിച്ചവരെക്കുറിച്ചൊരു എക്സ്പെക്റ്റേഷൻ: വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഏകദേഹം ആയിരിക്കുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കുറേ കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനമായ കാര്യം, നമ്മുടെ പ്രാഥമികമായ കൂറ്
അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമികമായ വിശ്വസ്തത, ഇത്രയും നാളും നമ്മൾ ജനിച്ചു വളർന്ന ഫാമിലിയോടാണെങ്കിൽ അതിനൊരു വ്യത്യാസം. എന്താണ്? പുതിയതായി രൂപം കൊണ്ട ഈ ഫാമിലിയിൽ ഈ ഭർത്താവും ഭാര്യയുമായിട്ടായിരിക്കും പ്രാഥമികമായ കൂറ്, പ്രാഥമികമായ സമർപ്പണം, പ്രാഥമികമായ വിശ്വസ്തത ഇവർ തമ്മിലായിരിക്കും. കമ്മിറ്റ്മെൻറ്റ്, ലോയൽറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. വളർന്നു വരുന്ന നമ്മുടെ കുടുംബം നമ്മളെ പല രീതിയിൽ സ്വാധീനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകളെ, ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണം, ബന്ധങ്ങളെക്കുറിച്ചുള്ള വീക്ഷണം, നമ്മളെക്കുറിച്ചുള്ള വീക്ഷണം, ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണം, സഭ ആരാധനയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള വീക്ഷണം, ഇതെല്ലാം നമ്മുടെ കുടുംബം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ശരിയാണോ? നമ്മുടെ മാതാപിതാക്കൾ രാവിലെ എഴുന്നേൽക്കാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? വലുതായിക്കഴിഞ്ഞാലും രാവിലെ തന്നെ എഴുന്നേൽക്കും. അത് നമ്മുടെ ഒരു ശീലമാണ്. പല രീതിയിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ലോകത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കും ഏത്? നമ്മൾ ജനിച്ചു വളർന്ന കുടുംബം. അതുമാത്രമല്ല, നമ്മുടെ ടെമ്പർമെൻറ്റ്, അതിൻ്റെ ഒരു മലയാളം ഞാൻ നോക്കിയപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയത്. വികാരങ്ങളെയും പ്രവൃത്തികളെയും പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കുന്ന പ്രകൃതി ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി തന്നെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാത്രമല്ല, നമ്മുടെ പ്രകൃതി, നമ്മളെങ്ങനെ എളുപ്പം ദേഷ്യപ്പെടുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് തണുക്കുന്ന വ്യക്തിയാണോ, എന്തെങ്കിലും കേട്ടാൽ ഉടനെ റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തിയാണോ, അതെല്ലാം എങ്ങനെയായിരിക്കും? പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതം, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ആ സ്ട്രക്ചർ, ആ പാറ്റേൺ നമ്മളെ സ്വാധീനിക്കും. സ്തോത്രം. ദൈവവേലയോടുള്ള നമ്മുടെ സമർപ്പണം, ആഗ്രഹം, ഇതെല്ലാം നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സ്വാധീനമാണ്. അതുമാത്രമല്ല, നമ്മൾ വളർന്നു വരുമ്പം ഒരു പ്രധാനമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്നെ വാസ്തവമായി എൻ്റെ തെറ്റുകളും ഗുണങ്ങളും ഒക്കെ മനസ്സിലാക്കി എന്നെ എൻ്റെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം അടുത്താണോ? ദൈവം അകലെയാണോ? ഞാനൊരു തെറ്റ് പറ്റിയാൽ എന്നെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതോ എപ്പോഴും A+ എല്ലാത്തിനും ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ സ്വീകരിക്കത്തുള്ളൂ എന്നൊക്കെയുള്ള അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങൾ പഠിക്കുന്നത് എവിടാണ്? പ്രധാനമായിട്ടും ഭവനത്തിലാണ്. ഓഫ് കോഴ്സ് സ്കൂള്, ചർച്ച്, അതിലെല്ലാം പഠിക്കാനുണ്ടെങ്കിലും ദീർഘസമയം നമ്മൾ ഭവനത്തിൽ ചെലവഴിക്കുന്നത് കൊണ്ട് ഇതെല്ലാം പഠിക്കുന്നത് ഭവനത്തിലാണ്. സ്നേഹം അനുഭവിക്കുക, നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത് കാണുക, എങ്ങനെയാണ് ബന്ധങ്ങളെ മനസ്സിലാക്കുന്നത്, നമ്മൾ എങ്ങനെയായിട്ട്, ഇതെല്ലാം സ്വാധീനം ഒത്തിരി നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും നമ്മൾ ജനിച്ചു വളർന്ന കുടുംബത്തിലാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പപ്പായെയും മമ്മിയെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന് ആ കുടുംബത്തെക്കുറിച്ചൊരു വിഷൻ ഉണ്ടായിരുന്നു. അവരത് മനസ്സിലാക്കി, അതിനനുസരിച്ച് അവർ മുൻപോട്ട് പോയി. എന്നാൽ ഒരു പുതിയൊരു കുടുംബമായി കഴിയുമ്പോഴോ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നാം മനസ്സിലാക്കുക. പപ്പായെയും മമ്മിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് അവർ ജീവിതം മുൻപോട്ട് പോയെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കുക. അന്നേരം പപ്പ വെച്ച സ്റ്റെപ്പിനനുസരിച്ചായിരിക്കുമോ നമ്മൾ? ഇല്ല. കാരണം എന്താണ്? അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്കനുസരിച്ച് അവർ മുമ്പോട്ട് പോയി, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്കനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുക. അപ്പോൾ നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ, ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രവർത്തികളെല്ലാം എന്താണ്? പുതിയതാണ്. കാരണം എന്താണ്? ഈ പുതിയ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പപ്പ ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ചെയ്യണം, മമ്മി ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ ഭാര്യ ചെയ്യണം, എൻ്റെ സഹോദരി ചെയ്തതുപോലെ തന്നെ എൻ്റെ ഭാര്യ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ദൈവത്തിന് ആ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി മാത്രമേ നമ്മുടെ കുടുംബത്തിലൂടെ നിറവേറത്തുള്ളൂ. അങ്ങൊന്നും ഫിറ്റാവത്തില്ല. സ്ക്രൂവും നട്ടും ഒക്കെ ഇടുമ്പോണ്ടല്ലോ, അതാത് സ്ക്രൂവിലും അതാത് നട്ടിലും ഇട്ടെങ്കിൽ എന്തേ ഉള്ളൂ, ഫിറ്റാവത്തുള്ളൂ. ഈ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവികത സാധിക്കേണ്ടതിന് എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും കുടുംബജീവിതത്തിന് അനുസരിച്ചതുപോലെ ചെയ്താൽ എന്ത് ചെയ്യും? ഈ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നടക്കുമോ? ഇല്ല. സ്തോത്രം. ഇത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വിട്ടുപിരിയുന്ന ഒരനുഭവമാണ്. ഒരു ദിവസം കല്യാണത്തിന് പപ്പായും മമ്മിയെല്ലാം നമ്മളെ സ്റ്റേജിലോട്ട് കൊണ്ട് നിർത്തിയിട്ട് അവരങ്ങ് താഴെ പോയിരുന്നു.
ഇല്ലേ? അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു, ഫോട്ടോ എടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഓരോ ദിവസവും വിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോട്? നമ്മുടെ പഴയ ജീവിതശൈലികളോട്, നമ്മുടെ പഴയ ചിന്താഗതികളോട്, പഴയ ജീവിത മാർഗങ്ങളോട്. എന്തിന്? ഈ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലോട്ട് കടന്നു വരുവാൻ, ഈ പദ്ധതിയിലോട്ടുള്ള ഈ കുടുംബത്തെക്കുറിച്ചുള്ള, പുതിയ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലോട്ട് കടന്നു വരുവാൻ നമ്മൾ എന്താണ്? പുതിയത് ദൈവഹിതമനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുന്നു, ജീവിതം ക്രമീകരിക്കുന്നു. സ്തോത്രം എന്ന് വിചാരിച്ച് പപ്പായും മമ്മിയും ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഞാനിങ്ങനെ പ്രവർത്തിക്കുന്നത്, ഞാനിങ്ങനായത്, എൻ്റെ ജീവിതമല്ല ഇങ്ങനായത് എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യാനാണോ? അല്ല. ടേക്ക് ഓണർഷിപ്പ്. പപ്പായും മമ്മിയോട് ഇനിയും വേണ്ട, പൊക്കോ, ഞാനിനി വേറെ ദൂര രാജ്യത്ത് പോയി താമസിക്കാൻ പോവാ, എനിക്ക് പപ്പായും മമ്മിയും കാണണ്ട, അങ്ങനെ പറയാനാണോ? അല്ല. എന്നാൽ മുമ്പേ പറഞ്ഞതുപോലെ പ്രാഥമികമായ കൂറ് നാം കൈമാറ്റം ചെയ്യുകയാണ്, മാതാപിതാക്കളിൽ നിന്ന് ഭാര്യയിലോട്ടോ ഭർത്താവിലോട്ടോ. സ്തോത്രം. ചില പുതിയ കാര്യങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടി വരും, പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, പുതിയ കാഴ്ചകൾ വെക്കേണ്ടി വരും. അതെല്ലാം അതിനുവേണ്ടി ആ ഭർത്താവും ഭാര്യയുമായി പുതിയതായ പ്രാഥമിക കൂറ് തമ്മിൽ കൈമാറുന്നു. ഇവിടെ പപ്പായും മമ്മിയും വിടുക എന്ന് പറഞ്ഞാൽ പഴയ ബന്ധം, പഴയ നമ്മുടെ ഫാമിലി ജനിച്ച കുടുംബവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് പുതിയതായ ഒരു ഉടമ്പടി ഭാര്യയും ഭർത്താവും എടുക്കുകയാണ്. എന്താണ് ഉടമ്പടി? നിന്നോട് മാത്രം ചേർന്നിരിക്കും, നിന്നെ മാത്രം സ്നേഹിക്കും, നിന്നെ കരുതും, തമ്മിൽ കീഴ്പ്പെടും, സ്നേഹിക്കും എന്നൊരു ഉടമ്പടി. മറ്റുള്ളവരെക്കാൾ ഉപരിയായി ആ കവനന്റിൽ, ഉടമ്പടിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മറ്റുള്ളവരെക്കാൾ ഉപരിയായി ആ ഒരു ഭാഗം വളരെ പ്രാധാന്യമാണ്. സ്തോത്രം. അങ്ങനെ ഭാര്യയും ഭർത്താവും പുതിയ കുടുംബം സ്ഥാപിക്കുകയാണ്. പപ്പായുടെയും മമ്മിയുടെയും നാം ജനിച്ച ഭവനം അവിടെ നിൽക്കുമ്പോൾ തന്നെ നാം എന്താണ്? ഒരു പുതിയ ഭവനം സൃഷ്ടിക്കുകയാണ്. സ്തോത്രം. എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളില്ലെന്നാണോ? ലീവ് ചെയ്യാൻ, വിട്ടുപിരിയാൻ പെമ്മക്കളോട് ചോദിച്ചാൽ മതി, ഭയങ്കര പ്രശ്നമായിരുന്നില്ലേ? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നെന്ന്. നേരം ഞങ്ങളുടെ ഒരു പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ഓർത്തു. ആ പാസ്റ്റർ പറഞ്ഞു, മീൻ വിൽക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഒരു മോളെ പറഞ്ഞു വിട്ടത്. അന്ന് കത്താണ്, ഫോണില്ലല്ലോ. എന്നും അമ്മയ്ക്ക് എഴുതുകയാണ്, അമ്മേ ഭയങ്കര വാട, അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അയ്യോ ഇവിടെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റത്തില്ല, മീനിൻ്റെ വാട കൊണ്ട് സഹിക്കാൻ വയ്യ. കുറേ നാൾ കഴിഞ്ഞ് അമ്മയൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നു. കുറേ നാൾ കഴിഞ്ഞ്, അന്നത്തെ കാലത്ത് യാത്രയൊക്കെ ബുദ്ധിമുട്ടല്ലേ, കുറേ നാൾ കഴിഞ്ഞ് അമ്മയൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നപ്പം അമ്മ മോളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? നീ പറഞ്ഞു എന്തോ ഒരു ശരിയാ, എന്തോ ഒരു മീനിൻ്റെ വാട, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് മോള് പറഞ്ഞു, അമ്മ ഇപ്പം കുഴപ്പമില്ല, ഞാൻ വന്നപ്പോൾ ഇതിനേക്കാളും പ്രശ്നമായിരുന്നു. എന്താണ്? ജീവിതം ജീവിച്ച് മുമ്പോട്ട് പോയപ്പോൾ പുതിയ ഫാമിലിയുടെ ഒരു ഐഡൻറ്റിറ്റി പപ്പായുടെയും മമ്മിയുടെയും കുടുംബത്തിൽ നിന്നും പഴയ ജീവിത സാഹചര്യത്തിൽ മാറി ഒരു പുതിയ ഒരു ഐഡൻറ്റിറ്റി ആ പൈതൽ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നം സാരമില്ല, എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് മാതാപിതാക്കൾ കേൾക്ക പറയത്തക്കോണം അവർ വിട്ടുപിരിഞ്ഞു, മാതാപിതാക്കളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു എന്ന് കാണുന്നു. സ്തോത്രം. ഇത് മാതാപിതാക്കളോട് മാത്രമുള്ള വിട്ടുപിരിയലല്ല. ചിലപ്പം നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയായിരിക്കാം, അല്ലെ സഹോദരങ്ങളായിരിക്കാം, അല്ലെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ പണമായിരിക്കാം, അല്ലെ ഏതെങ്കിലും ഒരു വസ്തുവായിരിക്കാം. ഏതെങ്കിലും മാതാപിതാക്കളല്ലാതെ ഏതെങ്കിലും ഒരു വസ്തുവോ ഏതെങ്കിലും ഒരു വ്യക്തികളുമായിട്ടുള്ള ഈ അഭേദ്യമായ ബന്ധം നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുപിരിയണം. മാതാപിതാക്കൾ ഇതിന് സഹായിക്കണം. എങ്കിലും മാതാപിതാക്കൾ നിർബന്ധിച്ച്, മോനെ നീ കല്യാണം കഴിച്ചതാണോ കൊണ്ട് നീ ഭാര്യയുമായിട്ട് പറ്റിച്ചേർന്നോ, അല്ലെ ഭാര്യയോട് പറയാണ്, മോളെ നീ കല്യാണം കഴിച്ചതാണോ കൊണ്ട് നീ ഭാര്യയുമായിട്ട് പറ്റിച്ചേർന്നോ എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ നിർബന്ധിച്ച് വിടേണ്ടതല്ല, മറിച്ച് ഭാര്യയും ഭർത്താവും ഉത്തരവാദിത്വം എടുക്കേണ്ടതാണ്. എന്തിന്? ഈ ദൈവീക കൽപ്പന പാലിക്കാൻ, വിട്ടുപിരിയാൻ. മാതാപിതാക്കൾ നിർബന്ധിക്കാതെ തന്നെ
ഭാര്യയും ഭർത്താവും ഉത്തരവാദിത്വം എടുക്കുക. എന്തിന്? ഈ ദൈവവചനം അനുസരിക്കാൻ. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പപ്പായും മമ്മിയും എന്നേക്കുമായി ബൈബൈ പറഞ്ഞ് വിടുകയല്ല, അവരെ മാനിക്കേണ്ടതുപോലും മാനിച്ച്, ഈ വാക്കുപയോഗിക്കുന്നതിന് നിങ്ങൾ ക്ഷമിക്കണം, നാം നിൽക്കേണ്ടിടത്ത് നാം നിൽക്കണം, മാതാപിതാക്കൾ നിൽക്കേണ്ടിടത്ത് അവർ നിൽക്കണം. ഒരുമിച്ച് താമസിക്കുമ്പോൾ എളുപ്പമാണോ? ദൂരെ താമസിക്കുമ്പോൾ എളുപ്പമാണോ? രണ്ടും പ്രയാസമാകാം. ദൂരെ താമസിച്ചാൽ ഇപ്പം നമുക്കൊരു സാധനം ഉണ്ടല്ലേ, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാം അല്ലേ, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. അടുത്ത് താമസിച്ചാലും ദൂരെ താമസിച്ചാലും എല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്? ലീവിങ് ആൻഡ് ലീവിങ്. വിട്ടുപിരിയാൻ അടുത്തത് പുറകാലം സംസാരിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുപിരിയാൻ പ്രയാസമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാനതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളുടെ ജനിച്ചു വളർന്ന ഭവനങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അച്ഛനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ അമ്മാച്ചനോടോ അമ്മാവിയോടോ അയൽവക്കക്കാരോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ചൊവ്വയോടാണ് നാം പുതിയൊരാളുമായി ചേരാനായി വിട്ടുപിരിഞ്ഞ് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തു ചെയ്യും? എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു പിടുത്തമാണ്. ആ പ്രശ്നം ഓർക്കുമ്പോഴെന്താണ്? ഒരു പിടുത്തമാണ്. അങ്ങനെ ആകുമ്പോഴെന്താണ്? പലപ്പോഴും വിട്ടുപിരിയാൻ സാധിക്കുകയില്ല. മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ, സ്ത്രീ പുരുഷനുമായിട്ട് മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, സാധാരണ ഫ്രണ്ട്ഷിപ്പല്ല, അല്ലാതെ അതിനപ്പുറമായി ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം, ഞാൻ നിൻ്റെ കൂടെ ജീവിക്കത്തുള്ളൂ എന്നൊക്കെ പ്രതിജ്ഞയും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും വിട്ടുപിരിയാൻ, മാതാപിതാക്കളോട് മാത്രമല്ല, മുമ്പേ പറഞ്ഞതുപോലെ മറ്റു ബന്ധങ്ങളോടൊക്കെ വിട്ടുപിരിയാൻ പ്രയാസമാണ്. എപ്പോഴും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപ്രൂവൽ, അംഗീകാരമാണ് നാം നോക്കുന്നത്, പ്രശംസ നാം അവരെയാണ് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, ഒരു സഹായം നാം പ്രതീക്ഷിക്കുന്നെങ്കിൽ എന്താണ്? വിട്ടുപിരിയാൻ എളുപ്പമല്ല. സ്തോത്രം. പിന്നെ മാതാപിതാക്കളായ നമ്മൾ എപ്പോഴും പിള്ളേരുടെ കാര്യത്തിനകത്ത് അങ്ങ് കൺസേൺ, ആങ്സൈറ്റി, അയ്യോ അവൾ ശരിയാവത്തില്ല, ഇത് ശരിയാവത്തില്ല, മക്കളെ ഞാനുണ്ടല്ലേ ശരിയാവത്തുള്ളൂ. എപ്പോഴും അങ്ങ് ഫോൺ വിളിച്ച് പപ്പായും മമ്മിയും അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യത്തിനകത്ത് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വിട്ടുപിരിയാൻ പ്രയാസമാണ്. സ്തോത്രം. മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഹെവി ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് മാതാപിതാക്കളോട് അഭിപ്രായം ചോദിക്കണമെന്നല്ല, അഭിപ്രായം ചോദിക്കരുതെന്നല്ല, പക്ഷെങ്കിൽ പപ്പ പറയുന്നത് പോലെ ചെയ്യുള്ളൂ, മമ്മി പറയുന്നത് പോലെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് പ്രയാസമായി വരും വിട്ടുപിരിയാൻ. സ്തോത്രം. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഭവനത്തിലുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടെങ്കിൽ, അത് തമ്മിൽ പരിഹരിക്കുന്നതിന് പകരം ഉടനെ ഫോൺ എടുത്ത് ഇല്ലേ, രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് നമ്മൾ ഏത് സൈഡിൽ കൂടെ എഴുന്നേറ്റത്, മെത്ത വിരിച്ചില്ലയോ, എല്ലാ കാര്യങ്ങളും A-Z, ചെരുപ്പ് കണ്ടില്ല, ഷൂസ് കണ്ടില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എപ്പോഴും മാതാപിതാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ചെറിയൊരു പ്രശ്നം പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്? പലപ്പോഴും വിട്ടുപിരിയാൻ പ്രയാസമാണ്. സ്തോത്രം. അവസാനമായി നാം ചിന്തിക്കുകയാണ്, ഞാൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഞാൻ ഐ എം സിംഗിൾ, ഐ വാണ്ട് ടു ബി അലോൺ, എന്നെ തുടരുത്, എൻ്റെ അടുത്ത് വരികയും ചെയ്യരുത്, നിൻ്റെ കാര്യം എൻ്റെ കാര്യം. അങ്ങനെ ചിന്തിച്ചാൽ എന്താണ്? വിട്ടുപിരിയാൻ പ്രയാസമാണ്. സ്തോത്രം. ഇവിടെ മുമ്പേ നാം പറഞ്ഞതുപോലെ പുതിയൊരു കൂറ്, വേറൊരു വ്യക്തിയോടൊരു കൂറ്, വിശ്വസ്തത, കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണം, ഡിവോഷൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത് വിട്ടുപിരിയുന്നതിലൂടെ. സ്തോത്രം. പപ്പ മമ്മി നമ്മളെ സഹായിക്കണം, പക്ഷെങ്കിൽ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി ഒക്കെ ഉത്തരവാദിത്തം ആരാണ് എടുക്കേണ്ടത്? ഭാര്യയും ഭർത്താവുമാണ് എടുക്കേണ്ടത്. മാതാപിതാക്കളുടെ സഹായവും സഹകരണം എപ്പോഴും കാണും, പക്ഷെങ്കിൽ അവരെ അമിതമായി നാം ആശ്രയിച്ചാൽ എന്താണ്? വിട്ടുപിരിയാൻ പ്രയാസമാണ്. സ്തോത്രം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഭാര്യയ്ക്കും ഭർത്താവിനും ഉത്തരവാദിത്വമുണ്ട്, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടേത്. എന്നാൽ ഭർത്താക്കന്മാരായ നിങ്ങളോട് ഞാൻ പറയട്ടെ, അല്ലേ ഭാവിയിൽ ഭർത്താക്കന്മാരാകാൻ പോകുന്നവരോട് പറയട്ടെ, നിങ്ങൾക്ക് ദൈവം വലിയൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, എന്നാൽ ക്രിസ്തുവാണ് സഭയെ ഒരുക്കി പരിപാലിക്കുന്നത്.
സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട്. ഫൈനാൻഷ്യലി ലീഡർഷിപ്പ് എടുക്കാനുള്ള ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട്. സ്തോത്രം. വീട്ടിലെ കാര്യങ്ങൾക്ക് ആത്മീയമായി ഉത്തരവാദിത്വം എടുക്കേണ്ടത്, അതിൻ്റെ കാര്യം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഭർത്താവിനെയാണ്. സ്തോത്രം. ഭാര്യയ്ക്കുണ്ട്, എന്നാൽ ഭർത്താവാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ ഭവനത്തിലെ പുരോഹിതൻ ആരാണ്? ഭർത്താവാണ്. സ്തോത്രം. ലീവ് ചെയ്യാൻ വലിയൊരു ഉത്തരവാദിത്വം ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളപ്പോൾ തന്നെ ദൈവം വ്യവസ്ഥയിൽ നാം കാണുന്നു ഭർത്താവിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. ഇത് നമ്മൾ ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമാണ്, എല്ലാവർക്കും കഴിഞ്ഞു എനിക്കും കഴിയും, അങ്ങനല്ല. ദൈവത്തിൽ ആശ്രയിക്കുക. ഏതെങ്കിലും ഭാഗത്ത് കർത്താവെ എനിക്ക് വിട്ടുപിരിയാൻ കഴിയുന്നില്ല, ഞാനിപ്പോഴും ഇമോഷണലി എൻ്റെ കണക്ഷൻ കൂടുതൽ, ബന്ധം കൂടുതൽ എൻ്റെ പപ്പായോടോ മമ്മിയോടോ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കുക, കർത്താവെ 10 വർഷമായി 20 വർഷമായി, പക്ഷെങ്കിൽ ഇത് സാധിച്ചിട്ടില്ലല്ലോ കർത്താവെ. അല്ല, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ പപ്പ മമ്മി അല്ലെ സഹോദരങ്ങൾ ആരെങ്കിലുമായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവർ അത് റിസോൾവ് ചെയ്യത്തില്ലായിരിക്കാം, അതിന് അവർ താല്പര്യപ്പെടുത്തില്ലായിരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് വിട്ടുകൊടുക്കാൻ. കാരണം എന്താണ്? നമ്മുടെ കുടുംബജീവിതം നാം ജീവിക്കണ്ടേ? അതുകൊണ്ട് കർത്താവെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ, ജോലിയോട് അമിതമായ താല്പര്യം, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോടോ വസ്തുവിനോടോ, എന്തെങ്കിലും മൊബൈൽ ഫോണോ എന്തെങ്കിലും ഇൻ്റർനെറ്റോ ഏതെങ്കിലും സീരിയലോ എന്തൊക്കെ ആയിക്കോട്ടെ, ഏതൊക്കെ ആയിക്കോട്ടെ, കൂടുതലായ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവെ എന്നെ ഇന്ന് വിടുവിക്കണേ. രോഗത്തു നിന്ന് മാത്രമല്ല വിടുതൽ, ഇതിൽ നിന്നൊക്കെയും വിടുതൽ വേണം. ചില വൈഫ്സ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും അദ്ദേഹം മൊബൈൽ ഫോണിലാണ്. പണ്ട് എപ്പോഴും അദ്ദേഹം ടി വിയിലാണെന്നായിരുന്നു പറയുന്നത്. വന്ന ഉടനെ ടി വി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ജോലി ഇല്ലാത്ത സമയമെല്ലാം ടി വി. അന്നേരം എല്ലാവരും കേൾക്കണമായിരുന്നു ആ ടി വിക്കകത്തൂടെ വരുന്നതില്ലേ, എന്തൊക്കെയാണ്. ഇപ്പം നമുക്ക് ആരും കേൾക്കണ്ട, ഈ സൂത്രം നോക്കിക്കൊണ്ടിരുന്നാൽ മതിയല്ലേ, ഇല്ലേ? സോ ഏതൊരു കാര്യത്തിനോടും അമിതമായ നമ്മൾ വിട്ടുപിരിയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിടുവിക്കാൻ അവൻ വിശ്വസ്തനാണ്. ഞാൻ യഹോവയോട് നിലവിളിച്ചു, എൻ്റെ സകല ഭയങ്ങൾ, സകല കഷ്ടങ്ങൾ ദൈവം നമ്മളെ വിടുവിക്കാൻ വിശ്വസ്തനാണ്. ഇത് പറഞ്ഞിട്ട് ദൈവം ദൂരെ നിന്ന് ഞാൻ കാണട്ടെ നാനി എങ്ങനെ കുടുംബജീവിതം നയിക്കുന്നത്, അങ്ങനെ നിൽക്കുന്ന ദൈവമാണോ? അല്ല. അടുത്ത് വന്ന് അവൻ്റെ സർവശക്തിയാൽ, സർവജ്ഞാനത്താൽ, അവൻ്റെ സാമീപ്യത്താൽ നമ്മളെ രൂപാന്തരപ്പെടുത്താൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് വിവാഹം കഴിച്ചവരും നോക്കുക, എന്താണ് എൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ടുള്ളത്. വിവാഹം കഴിക്കാനുള്ളവർ നോക്കുക, എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ടുണ്ടോ, വിട്ടുപിരിയാൻ തടസ്സമായിട്ടുണ്ടെങ്കിൽ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് ഇന്ന് തന്നെ പറയുക. സ്തോത്രം. അടുത്തതായിട്ട് വിട്ടുപിരിയുക, രണ്ടാമത്തെ വാക്കെന്തായിരുന്നു? പറ്റിച്ചേരുക. പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു ഗ്ലൂ, സൂപ്പർ ഗ്ലൂ ഒക്കെ ഉണ്ടല്ലോ, രണ്ട് കാര്യങ്ങൾ ഒട്ടിച്ചേർക്കുന്നത് പോലെ ഒരു ഗ്ലൂവിങ് ആണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. പറ്റിച്ചേരുക. സ്തോത്രം. ഇത് ഇപ്പം മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ നീരോട്ടം, പിന്നെ ദിവീന വായിച്ച് പറഞ്ഞായിരുന്നല്ലോ വാക്യം, ഒരു ദുരാത്മാ വിട്ടുപോയ ശേഷം നീരോട്ടമുള്ള പ്രദേശമൊക്കെ നോക്കി നടന്നു, കണ്ടില്ല, അതുകൊണ്ട് തിരിച്ചു വന്നു. ഇപ്പം നമ്മൾ ഒരാളുമായിട്ട്, ഫാമിലി ഓഫ് ഒറിജിൻ, ജനിച്ച ഫാമിലിയുമായിട്ട് നമ്മൾ വിട്ടുപിരിഞ്ഞ് കഴിയുമ്പോൾ പറ്റിച്ചേരേണ്ടത് ആരോടാണ്? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ആ പുരുഷനോ സ്ത്രീയോടെയാണ് പറ്റിച്ചേരുക. അതൊരു മനോഭാവമാണ്, അതൊരു ജീവിക്കേണ്ട ഒരു തത്വമാണ്, അതൊരു പ്രവൃത്തിയാണ്, അതൊരു സമർപ്പണമാണ്, അതൊരു പ്രാർത്ഥനയാണ്, എല്ലാമാണിത്. എല്ലാം. ദൈവമേ എന്നെ സഹായിക്കണമേ. സ്തോത്രം. അപ്പോൾ പൂർണ്ണമായി വിട്ടുപിരിഞ്ഞില്ലെങ്കിൽ ഒട്ടിച്ചേരൽ പ്രയാസമാണ്. കൗൺസിലേഴ്സ്, നമ്മുടെ ജേക്കബ് പാസ്റ്ററൊക്കെ ചോദിച്ചാൽ അറിയാം, ഈ 3 കാര്യത്തിൽ വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഒരു ദേഹമായി തീരുക, ഈ 3 കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം, ഇല്ലേ? കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ 3 കാര്യത്തിലാണ്. അപ്പോൾ വിട്ടുപിരിഞ്ഞാൽ ദൈവം എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? വിട്ടുപിരിയേണ്ടത് മാതാപിതാക്കളോട് മാത്രമാണോ? അല്ല.
ഒന്നാക്കാൻ നമ്മളെ തടസ്സമാക്കുന്ന എല്ലാറ്റിനോടും നാം വിട്ടുപിരിയണം. എല്ലാറ്റിനോടും നാം വിട്ടുപിരിയണം. വിട്ടുപിരിഞ്ഞ ശേഷം ഭാര്യയും ഭർത്താവുമായി ഒന്നാകുക. സ്തോത്രം. ഇത് ഭാര്യയും ഭർത്താവുമായി പറ്റിച്ചേരുക ഒരു ദിവസത്തെ കാര്യമാണോ? അന്ന് ദിവസം പാസ്റ്റർ സമൂഹത്തിന് മുൻപാകെ നമ്മളെ നിർത്തി കൈ കൊടുത്ത് ഉഭയസമ്മതം പറഞ്ഞു. അതുകൊണ്ടെല്ലാം കഴിഞ്ഞോ? ഇല്ല. എല്ലാ ദിവസവുമുള്ള ഒരു പ്രവൃത്തിയാണ് പറ്റിച്ചേരുക എന്നുള്ളത്. പറ്റിച്ചേരുന്നതിന് വിരുദ്ധമായി, അതിൻ്റെ തടസ്സമായി എന്തെങ്കിലും വരുമ്പോൾ ബുദ്ധിയുള്ള നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ എന്താണ്? ഒരു സമർപ്പണം ഉണ്ടാകണം. എന്തിന്? അത് വേണ്ട എന്ന് വെക്കാൻ. അത് വേണ്ട എന്ന് വെക്കാൻ. ഒരു ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 2 വർഷം കൊണ്ട് ഇത് മനസ്സിലാകുമോ? ദീർഘനാളുകൾ വിവാഹ ജീവിതത്തിലുള്ള അച്ഛനും അമ്മാമയുണ്ട്. മനസ്സിലാവുമോ അച്ഛാ? ഒരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്? ഇല്ല. മരണം വരെ പറ്റിച്ചേരണം. കഴിഞ്ഞ വർഷങ്ങൾ നമ്മുടെ ജോലിയായിരുന്നെങ്കിൽ ഈ വർഷങ്ങളിൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. പുതിയ പുതിയ സ്ട്രഗിൾസ് ആണ് നമ്മുടെ. പ്രശ്നമല്ല കേട്ടോ, ഇതൊരു സമ്മർദ്ദമാണ്. പ്രശ്നമെന്ന് കാണരുത്. പക്ഷെ എന്താണ്? ഒരു സമ്മർദ്ദം. പറ്റിച്ചേരാൻ പറ്റാത്തത് എനിക്കൊരു സമ്മർദ്ദമുണ്ട്. പ്രശ്നമാണെന്ന് പറയുമ്പോഴെന്താണ്? പിന്നെ നമ്മൾ ആ ആളെ പ്രശ്നക്കാരനായിട്ട് കാണുകയാണ്. ആ ആൾ പ്രശ്നക്കാരനല്ല, മറിച്ച് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകുകയാണ്. പറ്റിച്ചേരാൻ പറ്റാതെ നമ്മൾക്കൊരു സമ്മർദ്ദം. അതിനെ നാം എന്ത് ചെയ്യാം? കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ അതിൻ്റെ മേൽ നമ്മൾ വാഴണം. ആ ഒരു സന്ദർഭം നമ്മുടെ മേൽ വാഴാനല്ല, മറിച്ച് എന്താണ്? ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. അപ്രകാരമുള്ള ജീവിത സാഹചര്യം മുമ്പിൽ വി ടേക്ക് അതോറിറ്റി. നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. സ്തോത്രം. ഇതിന് വളരെ പ്രധാനമായ, പറ്റിച്ചേരാൻ വളരെ പ്രധാനമായ കാര്യം, അതിർവരിമ്പുകൾ നാം ഉണ്ടാക്കണം. നമ്മുടെ ഭവനത്തിന് നമ്മുടെ ഇപ്പോഴത്രയില്ല, എന്നാൽ പണ്ട് കാലത്ത് വയലുകൾ ഉണ്ടായിരുന്നു. ഒരാളുടെ വയൽ 2 ഏക്കർ ആയിരിക്കാം, പക്ഷെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് അതിർവരമ്പുണ്ടായിരുന്നു. സ്വന്തം ഒരാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രമല്ല ബൗണ്ടറി വാൾ, അതിർവരമ്പുകൾ ഉണ്ടായിരുന്നത്. മറിച്ച് എന്താണ്? ആ വലിയ പീസ് വയലിനെ ചെറിയ ചെറിയ തുണ്ടാക്കി ബൗണ്ടറി വരച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? വെള്ളം സംരക്ഷിക്കാൻ, മറ്റു വളങ്ങൾ സംരക്ഷിക്കാനൊക്കെ എന്താണ്? അവർക്കൊരു അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ വിവാഹം കഴിച്ച് നമ്മൾ പറ്റിച്ചേരണമെങ്കിൽ ഒരു അതിർവരമ്പ് വരയ്ക്കണം. മാതാപിതാക്കളും വരയ്ക്കണം, മക്കളും വരയ്ക്കണം. ജോലിയിൽ എന്തായിരിക്കാം എൻ്റെ സമയം? ചർച്ചയിൽ പോകുന്നതിന് എന്തായിരിക്കാം എൻ്റെ സമയം? ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തായിരിക്കും സമയം? എൻ്റെ മാതാപിതാക്കളുടെ ബന്ധത്തിൽ എന്തായിരിക്കാം? എൻ്റെ കൂട്ടുകാരോടുള്ള ബന്ധത്തിൽ എന്തായിരിക്കാം? ഇതിനെല്ലാം എന്താണ്? അതിർവരമ്പ് വരയ്ക്കണം. അതിർവരമ്പ് വരച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം കൂട്ടക്കളിയാണല്ലേ, എല്ലാം കൂട്ടക്കളിയാണ്. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. മാതാപിതാക്കളെ മാറ്റി നിർത്താനോ, അല്ലെ ജോലി ചെയ്യുന്ന ബോസിനെ മാറ്റി നിർത്താനോ, സ്ഥാപനത്തെ മാറ്റി നിർത്താനോ, ചർച്ചിനെ മാറ്റി നിർത്താനോ അതിനൊന്നും വേണ്ടിയല്ല, മറിച്ച് എന്താണ്? നമ്മളുടെ സംരക്ഷണം മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത. ഒരു കാര്യം അതിർവരമ്പിട്ടാൽ അതിനപ്പുറം നമുക്ക് പോകാൻ സാധിക്കത്തില്ല. നമുക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. സ്തോത്രം. എൻ്റെ ഫാദർ ജീവിച്ചിരുന്ന സമയത്ത് ഒരു സമയമാകുമ്പോൾ പറയും, എനിക്ക് പോയി കിടക്കണം, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 10 മണിക്കും 11 മണിക്കൊന്നും എൻ്റെ ഫാദറിനെ കാണാൻ പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം എന്താണ്? അവർ നേരത്തെ കഴിച്ച് നേരത്തെ ഉറങ്ങുന്നവരാണ്. കാരണം രാവിലെ എഴുന്നേക്കേണ്ടതുകൊണ്ട് എന്ന് വിചാരിച്ച് 11 മണി കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വരല്ലെന്ന് പറയുന്നതിന് ഞങ്ങളേതാണ്ട് തള്ളിക്കളഞ്ഞതാണോ? തള്ളിക്കളഞ്ഞതല്ല. മക്കളെന്ന നിലയ്ക്ക് ഞാൻ എന്ത് മനസ്സിലാക്കണം? അവരുടെ ആ പ്രയോറിറ്റി, അവരുടെ ആ ആവശ്യം, അവരുടെ ആ മുൻഗണന ഞാൻ ബഹുമാനിക്കണം. മക്കളെന്ന നിലയ്ക്ക് ഞാൻ ബഹുമാനിക്കണം. അതേസമയം തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. രാവിലെ 6 മണിക്കൊന്നും വിളിച്ചാൽ ചിലപ്പം അവർ പ്രാർത്ഥിക്കുന്ന സമയമായിരിക്കാം. അന്നേരം ഫോൺ വിളിച്ചാൽ എന്താണ്? മോളെ പ്രാർത്ഥിക്കാൻ വെക്കുവാണേ എന്ന് വിചാരിച്ച് എന്നെ റിജക്റ്റ് ചെയ്തതാണോ? അല്ല. അവർ വെച്ച അതിർവരമ്പാണ്. എന്ത്? അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുൻപോട്ട് പോകാൻ അവർ ചില അതിർവരമ്പുകൾ വെച്ചു.
അത് മക്കൾക്കും ബാധകം, എല്ലാവർക്കും ബാധകം. ജീവിച്ചിരുന്ന സമയത്ത് 2:30 മണിയാകുമ്പോൾ ആരെങ്കിലും വിളിന്നാൽ ഞാൻ പറയും, ഇല്ല അച്ചാച്ചൻ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്, രാവിലെ എഴുന്നേൽക്കുന്നതാണ്, ഇപ്പോൾ ഉറങ്ങണം, റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ചിലർക്കൊക്കെ അത് ഭയങ്കര പ്രയാസമാണ്. പക്ഷെങ്കിൽ എന്താണ്, അവർ വെച്ച അതിർ വരുമ്പോൾ എന്തിനാണ്, അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുൻപോട്ട് പോകാൻ. പറ്റിച്ചേരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ ദൂരെ താമസിച്ചാലും മാതാപിതാക്കൾ അടുത്ത് താമസിച്ചാലും നമ്മൾ എന്ത് ചെയ്യുക? അതിർ വരുമ്പുകൾ ഉണ്ടാക്കുക. കൂടെ കൂടെ മക്കള് ഭർത്താവിൻ്റെ വീട്ടിലെ കുറ്റമെല്ലാം നമ്മളോട് വിളിച്ച് പറയുവാണ്. എന്ത് പറയണം? മാതാപിതാക്കളായി നമ്മൾ എന്ത് പറയണം? മോളെ, നീയും ദൈവമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. ആദ്യം മോള് ദൈവത്തോട് സംസാരിക്കും, പിന്നെ ഭർത്താവിനോടൊന്ന് സംസാരിക്കും, പിന്നെ മോൾ എന്നോട് സംസാരിക്കാം. മിക്കവാറും അത് രണ്ടും കഴിയുമ്പോഴത്തേക്ക് സംസാരിക്കാനൊന്നും കാണത്തില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ കുഞ്ഞുങ്ങളെ സജ്ജരാക്കുക. എന്തിന്? പറ്റിച്ചേരാൻ നമ്മൾ തന്നെ സജ്ജരാക്കുക. നമ്മളെയൊക്കെ എങ്ങനെ സജ്ജരാക്കിയവരല്ലേ? നമ്മളെയൊക്കെ മാതാപിതാക്കൾ അങ്ങനെ സജ്ജരാക്കിയവരല്ലേ? തീർച്ചയായിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഒരു മാതാവ് ഒരു ദിവസം ഒരു മകളെ അമേരിക്കയിലോട്ട് യാത്ര അയക്കുകയാണ്. യാത്ര അയച്ചപ്പം ഗൾഫിൽ നിന്നാണ് യാത്ര അയക്കുന്നത്. ഞാൻ പറഞ്ഞു, മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞിരിക്കണം, ടിക്കറ്റ് എടുത്തു തരാം, നീ ഇഞ്ഞു പോരണം. അങ്ങനെയാണോ നാം പറഞ്ഞു വയ്ക്കേണ്ടത്? അങ്ങനെയാണോ? പറ്റിച്ചേരാൻ വേണ്ടി അവളെ ഒരുക്കുവാണോ? അല്ല. മറിച്ച് എന്താണ് പറഞ്ഞു വേണ്ടത്? മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം അതിൻ്റെ മധ്യത്തിൽ ഒരു അത്ഭുതം ചെയ്യും. എന്തെല്ലാം പ്രശ്നങ്ങൾ തരണം ചെയ്താണ് നാം ജീവിക്കേണ്ടത്. ദൈവം അതിന് നമ്മളെ സഹായിക്കും. അങ്ങനെ ആകുമ്പോഴോ പറ്റിച്ചേരാൻ നമ്മൾ അവരെ ഒരുക്കുകയാണ്. സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് ചർച്ചിൽ വരുവാൻ, ഒരുമിച്ച് ചർച്ചിൽ ശുശ്രൂഷിക്കാൻ, ഒരുമിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ, ഒരുമിച്ച് പാവങ്ങളെ ശുശ്രൂഷിക്കാൻ, ഒരുമിച്ച് മാതാപിതാക്കളെ കരുതാൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ച് ചെയ്യുക. വേർവിട്ടല്ല, നീ നിൻ്റെ പണം, ഞാൻ എൻ്റെ പണം, അങ്ങനെയല്ല. ഒരുമിച്ച് ചെയ്യുമ്പോഴെന്താണ്? ഒന്നാകുന്നത്, ഒരു പറ്റിച്ചേരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തീരും. സ്തോത്രം. ചില സ്വഭാവങ്ങൾ ചിലതൊക്കെ ഒരുമിച്ച് തീരുമാനം. എൻ്റെ പപ്പ ഇങ്ങനെയാണ് ചെയ്തത്, എൻ്റെ മമ്മി ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷെങ്കിൽ നമ്മളുടെ ഈ പുതിയ കുടുംബജീവിതത്തിൽ അതിനേക്കാൾ നല്ലത് ഇതാണെന്ന് തോന്നുന്നു. നമ്മുടേതായ ചില ഫാമിലി ട്രഡീഷൻ ഉണ്ടാക്കുക പറ്റിച്ചേരുന്നതിൻ്റെ ഭാഗമാണ്. സ്തോത്രം. വിട്ടുപിരിയുക, പറ്റിച്ചേരുക. എന്തിനാണ്? ഏകദേഹമായി തീരാൻ. സ്തോത്രം. ഇത് നമ്മൾ ചിന്തിക്കും ഫിസിക്കലി സെക്ഷുവലി ആണെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതാണ്. എന്നാൽ അതിനപ്പുറമായി ഒരു മാനസികമായ ഒരു ഐക്യത, ഫൈനാൻഷ്യൽ യൂണിറ്റി, ഇതിനെല്ലാം ഈ ബിക്കമിങ് വൺ, ഏകദേഹമാകുന്നതിൻ്റെ പാട്ടാണ്. ഇതെല്ലാം ഉണ്ട്. എല്ലാം ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മീയമായ ഒരു ഐക്യത, ദൈവത്തെക്കുറിച്ച്, ദൈവിക ദർശനത്തെക്കുറിച്ച് ഒരു ഐക്യത ഒരു ദിവസം കൊണ്ട് സംഭവിക്കുമോ? അന്ന് ഡിക്ലെയർ ചെയ്തു, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവർ ഒരു ദേഹമാണെന്ന് ഡിക്ലെയർ ചെയ്തു. അന്നുകൊണ്ട് ഇത് സംഭവിക്കുമോ? അത് ഒരു പൊസിഷനാണ്. അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഡിക്ലെയർ ചെയ്തു. എന്നാൽ ജീവിത അവസാനം വരെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളല്ല, ഇതൊന്നാകുന്നതിന് തടസ്സമായുള്ള സമ്മർദ്ദങ്ങളെ നാം എന്ത് ചെയ്യണം? അതിജീവിക്കണം. അതിജീവിച്ച് മുൻപോട്ട് പോകുക. അതിജീവിച്ചെങ്കിൽ മാത്രമേ നാം ഏകദേഹമായി തീരാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വിളിയാണ്, ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ് വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേർന്ന് ഏകദേഹമായി തീരാൻ. ഒരു തത്വമായി ദൈവം നമ്മളെ കാണിക്കുകയാണ്. സ്തോത്രം. മാതാപിതാക്കളെ എന്നേക്കുമായി ഉപേക്ഷിക്കാനല്ല, മറിച്ച് മാതാപിതാക്കളെ കരുതുന്നതോടൊപ്പം വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേർന്ന് ഏകദേഹമായി തീരാൻ. സ്തോത്രം. വിവാഹം കഴിക്കുന്ന ചില വർഷങ്ങളിൽ ചില സ്ട്രഗിൾ കാണും ഇപ്രകാരം വരാൻ. പക്ഷെ ഈ സ്ട്രഗിൾ പുതിയ പുതിയ സമ്മർദ്ദങ്ങളാണ്. ഓരോ വർഷങ്ങൾ, 10 വർഷം കഴിയുമ്പോൾ, 15 വർഷം കഴിയുമ്പോൾ പുതിയ പുതിയ സ്ട്രഗിൾസ് ആണ്. ഈ സ്ട്രഗിൾസ് എല്ലാം ഓവർകം ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കും. സ്തോത്രം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും മറ്റുള്ളവർക്ക് കാണിക്കുന്ന ഒരു കുടുംബ ജീവിതമായി തീരാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. ഇവിടെ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ആശീർവാദം പറയുന്ന സമയത്ത് ഇങ്ങനെ പറയും: പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം.
ഇത് മൂന്നും നമുക്ക് കുടുംബജീവിതത്തിലും വേണം. ഈസി ആയിട്ട് നമുക്ക് ആശീർവാദം പറഞ്ഞു പോകാം, പക്ഷെങ്കിൽ എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ, പിതാവിൻ്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേർന്ന് ഏകദേഹമായി തീരാൻ എന്നെ സഹായിക്കണമേ. സ്തോത്രം. മാതാപിതാക്കളായി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കാം? വിവാഹിതരായ കുഞ്ഞുങ്ങളുള്ള നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കാം? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ ഈ ഒരു ജീവിതം നയിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കർത്താവെ എന്നോട് ക്ഷമിച്ച് അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. വിവാഹം കഴിച്ചവരെന്ത് പ്രാർത്ഥിക്കാം? കർത്താവെ, ഇതേപോലെ ജീവിക്കാൻ, വിട്ടുപിരിയേണ്ടതിനോട് വിട്ടുപിരിയാൻ, പറ്റിച്ചേരാൻ, ഒരു ദേഹമായി തീരാൻ എന്നും എന്നെ സഹായിക്കണമേ. സ്തോത്രം. വിവാഹം കഴിക്കാനുള്ളവരോട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവെ, എൻ്റെ ഭവനത്തിൽ, ഞാൻ ജനിച്ചു വളർന്ന ഭവനത്തിൽ പലവിധമായ കാര്യങ്ങളുണ്ട്. എൻ്റെ വീക്ഷണം, എൻ്റെ ചിന്താരീതികൾ, എൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന പലതുണ്ട് കർത്താവെ. എങ്കിലും വിട്ടുപിരിയേണ്ടതൊക്കെ അത് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ ഇത് എല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. റെഡിയാണോ? കുടുംബജീവിതത്തിൽ വിട്ടുപിരിഞ്ഞ് പറ്റിച്ചേർന്ന് ഏകദേഹമായി തീരാൻ റെഡിയാണോ? മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമ്മളെ ഒരുമിച്ചാക്കിയിട്ട് ദൂരെ നിന്ന് ഇനി ഞാനൊന്ന് കാണട്ടെ എങ്ങനെയാ ആ സഹോദരി അല്ലെ ആ സഹോദരൻ, എൻ്റെ പൈതൽ കുടുംബജീവിതം നയിക്കുന്നതെന്ന് കാണട്ടെ എന്ന് പറയാനാണോ? ഇല്ല. അവൻ സമീപസ്ഥനാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ വിശുദ്ധനായ ദൈവമാണ്. അവൻ്റെ വിശുദ്ധിയിൽ ദൈവം നമ്മളെ സഹായിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ചാട്ട്. അല്ല, വേറൊരു സഹോദരനോ സഹോദരിയാണ് അടുത്ത് നിൽക്കുന്നെങ്കിൽ കൈ കോർത്ത് പിടിച്ചാട്ട്. സ്തോത്രം. എൻ്റെ കർത്താവിനോട് പറയാമോ? കർത്താവേ, ഇത് എൻ്റെ കുടുംബജീവിതത്തിൽ അർത്ഥവത്താകാൻ എന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. വിട്ടുപിരിയേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവേ, എന്നോട് നീ ക്ഷമിക്കണമേ. ദീർഘനാളുകളായി വിട്ടുപിരിയാൻ സാധിച്ചിട്ടില്ല. അമിതമായ സ്നേഹം എനിക്ക് മറ്റു പലതിനോടുമായിരുന്നു. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്.